ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഈസ്റ്റൊന്നും ചേർക്കാതെ നല്ല പഞ്ഞി പോലെയുള്ള ഏത് ക്ലൈമറ്റിലും നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഉണ്ടാക്കാനായിട്ട് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ട് നന്നായി വാഷ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും അപ്പത്തിന് പച്ചരി എടുക്കുമ്പോൾ സ്റ്റിക്കിനെസ് ഇല്ലാത്ത നല്ല പച്ചരി തന്നെ എടുക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു 4 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ പച്ചരി സോക്ക് ചെയ്ത് വെച്ച് 4 മണിക്കൂറായിട്ടുണ്ട്. പച്ചരി നന്നായി തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. പച്ചരി ആദ്യം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അരി അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് തേങ്ങ കൂടെ ഇതിലോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് ചോറും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായി തന്നെ അരച്ചെടുക്കാം. ഞാനിവിടെ വെള്ളത്തിന് പകരം തേങ്ങ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിതിൽ സാധാരണ അപ്പം ബാറ്റർ അരയ്ക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. അരിയുടെ കുറച്ച് താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നീട് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് കുറവ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കുന്നത്. ഇതിനി ഫൈനായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം മാവ് നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം മാവ് ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ കൈവച്ചതൊന്ന് നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ തണുപ്പ് സമയം ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് പൊളിച്ചു വരാൻ പാടാണ്. അതുകൊണ്ട് ഞാനിത് ചൂടുവെള്ളം വെച്ചിട്ടുള്ള ഒരു പാത്രത്തിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം നമ്മളുണ്ടാക്കിയ ദോശമാവ് ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ദോശമാവ് ഇതിൽ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇപ്പം ഞാനിതിൽ ദോശമാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഞാനൊരു ചൂടുവെള്ളം വെച്ചിട്ടുള്ള പാത്രത്തിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പാത്രത്തിലൊരു 1/2 പോർഷൻ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് മാവ് വെച്ച് പാത്രത്തിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാത്ത വിധം നിൽക്കണം. അതുകൊണ്ടാണ് 1/2 പോർഷൻ ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മൂടി ഓവർനൈറ്റ് ഒന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പം മാവ് ഇവിടെ നന്നായി തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡ ചേർക്കാതെ വേണമെങ്കിലും നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. സോഡ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പം നല്ല പഞ്ഞി പോലെ കൂടുതൽ സോഫ്റ്റായി കിട്ടും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ്സ് ഒന്ന് വെച്ച് അതിന് ശേഷം ഇതൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ അപ്പം പാൻ വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇത് എന്നിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ നിറയെ ഹോൾസ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്ക് സൈഡെല്ലാം മൊരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഇതുപോലെ ഇനി ബാലൻസ് അപ്പം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്.
അപ്പം റെഡിയായ ശേഷം ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്